Hi all, good morning and welcome back to PsychoStar MSc Fourth Sem Revision Class. അപ്പോ നിങ്ങളെല്ലാവരും ബഡിങ് സൈക്കോളജിസ്റ്റിലെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. കൺഗ്രാറ്റുലേഷൻസ് ഇൻ അഡ്വാൻസ്. അപ്പോ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദയവ് ചെയ്ത് നിങ്ങൾ ബ്രേക്ക് എടുക്കുക അങ്ങനത്തെ സംഭവം. ഇഫ് യു ഹാവ് സപ്ലി ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് ഇറങ്ങുക. ആ സംഭവത്തിനൊന്നും നിൽക്കരുത്. നിങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിക്കോളാം. എന്നാൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളറിയാം, ഞാൻ ഒക്ടോബറിൽ പാസ് ഔട്ട് ആയിട്ട് ഞാൻ ജനുവരി ആകുമ്പോഴത്തേന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലിനിക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എക്സാം കഴിഞ്ഞത് ഐ തിങ്ക് ജൂലൈ ഓഗസ്റ്റ് സമയത്താണ്. അവിടെ മുതലേ ഞാൻ ഇന്റേൺഷിപ്സും പിന്നെ കോഴ്സസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം മുതൽ നിങ്ങളിപ്പോ പാസ് ഔട്ട് ആവുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ പോയാലും എക്സ്പീരിയൻസ് ആണ് ചോദിക്കുക, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? കാരണം ഇത് എനിക്ക് ഇത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, നമ്മളിവിടെ പി ജി കഴിഞ്ഞ ഇന്റേൺഷിപ്പും കാര്യങ്ങളും ചെയ്ത ഒട്ടുമിക്ക കുട്ടികളും ഓരോ സ്ഥലത്തും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ആണ് ടൈപ്പിലൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. 3 months ആണ്, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ, ഈ 3 മാസത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഫസ്റ്റ് മന്ത് ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ ഇന്റേൺഷിപ്പ് ആണ്. അത് മാത്രവും അറ്റൻഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അത് മാത്രമായാലും കുഴപ്പമില്ല. 1 month 3 months അങ്ങനെ വരുന്നത്. 3 months ആണെങ്കിൽ സെക്കൻഡ് മന്ത് CBT കംപ്ലീറ്റ് നമ്മൾ റിയൽ കേസസ് വെച്ചിട്ട് തെറാപ്പി ചെയ്യാൻ നിങ്ങളെ പഠിപ്പിക്കും. 3rd month എക്സ്പീരിയൻസ് ആണ്, റിയൽ കേസസ്, നിങ്ങൾക്ക് വരുന്ന കേസസ് കാണാം. ആ രീതിയിൽ എന്റെ മോണിറ്ററിങ്ങോട് കൂടിയിട്ട് കേസസ് കാണാം എന്നുള്ള രീതിയിൽ 3 മാസത്തെ അഡ്വാൻസ്ഡ് കോഴ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെ മാത്രമേ കേട്ടോ നമ്മൾ എടുക്കുന്നത്. അത്രയും എന്താ പറയുക, റെപ്യൂട്ടഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ് വെറും 15 കുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ. സോ എല്ലാരും മാക്സിമം ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടും നിങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. ആരാണോ ഫസ്റ്റ് വന്ന് ഫീ അടച്ച് ബുക്ക് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മള് കൊടുക്കാട്ടോ. അപ്പൊ അതിൽ 3 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്ന് ഇന്റേൺഷിപ്പിന്റെ 1 month സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ CBTയുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 3 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിഞ്ഞ ഉടനെ തന്നെ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് കയറാം. ദയവ് ചെയ്ത് പഠിപ്പിക്കാൻ പോണ പരിപാടിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക. അത് നിങ്ങളുടെ ഈ സബ്ജക്റ്റിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. കാരണം പഠിപ്പിക്കാൻ ഇപ്പൊ ഇഷ്ടം പോലെ ആളെ കിട്ടാനുണ്ട്, കൗൺസിൽ ചെയ്യാനാണ് ആളെ കിട്ടാനില്ലാതെ. എനിക്ക് 7 ജില്ലയിൽ നിന്നും പേഷ്യൻസ് ഉണ്ട്, 7 ഡിസ്ട്രിക്റ്റിൽ നിന്നും പേഷ്യൻസ് ഉണ്ട്, ഡെയിലി പേഷ്യൻസ് ആണ്. സോ അത്രയും നീഡ് ഉണ്ട് ആളുകൾക്ക്, പക്ഷെ ചെയ്തു കൊടുക്കാൻ ആളില്ല. സോ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കാണ് ഇവിടുന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴേക്കും പാസ് ഔട്ട് ആയിട്ടുള്ള ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നുള്ള ബോർഡ് അടക്കം വെച്ച് തന്നിട്ടായിരിക്കും നിങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നത്. അങ്ങനെ വേണം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ ഈ ഒരു 4ാമത്തെ സെമ്മും കൂടി കടമ്പ നമുക്ക് കടന്നു കിട്ടാനുണ്ട് അല്ലേ. അപ്പോ ഇന്ന് ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് എടുത്തു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ളത്. സോ എന്നാൽ കൂടിയും നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, വികാരിയസ് കണ്ടീഷനിങ് നമ്മൾ ഓൾറെഡി കുറെ പറഞ്ഞതാണ്. നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് റാഡിക്കൽ ആൻഡ് നിയോ ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ സ്കിന്നറിനതാട്ടോ. സ്കിന്നർ ഒരു റാഡിക്കൽ അല്ലെങ്കിൽ നിയോ ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവില് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. നോക്കണം. റാഡിക്കൽ ആൻഡ്
നിയോ ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നറിന്റെ സ്കൂൾ ഓഫ് തോട്ട് ആണ്. നോക്കാം നമുക്ക്. റാഡിക്കൽ ബിഹേവിയറിസം ഇസ് ദ സ്കൂൾ ഓഫ് തോട്ട് ബൈ സ്കിന്നർ. ഓക്കെ, റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നറിന്റെ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ബിഹേവിയർ റാദർ ദാൻ മെന്റൽ സ്റ്റേറ്റ് ഷുഡ് ബി ഫോക്കസ് ഓഫ് സ്റ്റഡി ഇൻ സൈക്കോളജി. കണ്ടോ, ബിഹേവിയർ അല്ല മെന്റൽ സ്റ്റേറ്റ് ആണ് സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് റാഡിക്കൽ ബിഹേവിയറിസം. ബിഹേവിയറിസം എന്താ പറയുന്നത്? ശരിക്കും ബിഹേവിയറിസത്തിൽ എന്താ പറയുന്നത്? ബിഹേവിയർ മാത്രമാണ് നോക്കേണ്ടത് എന്നാണ്. ഇവിടെ റാഡിക്കൽ ബിഹേവിയർ റാദർ ദാൻ മെന്റൽ സ്റ്റേറ്റ്, അതായത് അങ്ങോട്ട് മാറി ബിഹേവിയർ റാദർ ദാൻ മെന്റൽ സ്റ്റേറ്റ് ഷുഡ് ബി ഫോക്കസ് ഇൻ സ്റ്റഡി ഓഫ് സൈക്കോളജി. എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഒബ്സർവർ, സ്റ്റിമുലൈ ആൻഡ് റെസ്പോൺസ്. കണ്ടോ, നമ്മുടെ റാഡിക്കൽ ബിഹേവിയറിസ്റ്റിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് മെന്റൽ സ്റ്റേറ്റ് അല്ല, ബിഹേവിയർ ആണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ്, ആ റീഇൻഫോഴ്സ്മെന്റ് എങ്ങനെ ഒബ്സർവർ, സ്റ്റിമുലൈയും റെസ്പോൺസും കൂട്ടുന്നുണ്ട് എന്നുള്ളത്, അതായത് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഒരു മിനിറ്റ് സമയം പറയാട്ടോ, എനിക്ക് ഓൾറെഡി ഇന്നൊരു കേസ് ഉണ്ട്. emphasize the importance of reinforcement and relation between observer, stimuli and response. റീഇൻഫോഴ്സ്മെന്റിനെ പറ്റിയിട്ട് അദ്ദേഹം കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഏതിപ്പോ ഒരു നിങ്ങളടുത്ത ആളുകൾ ചിലപ്പോൾ സൈക്കോളജി സ്റ്റുഡന്റ് എന്റെ മോക്ക് ഭയങ്കര വാശിയാണ്, അല്ലെങ്കിൽ എന്റെ മോന് ഫോണ് ഭയങ്കരമാണ്, അപ്പൊ ഇതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ കുട്ടി പോടാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചിരിച്ചു കൊടുത്താൽ കുട്ടിക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതുപോലെ തന്നെ ഒരു വട്ടം വാശി പിടിച്ച് നമ്മൾ കരഞ്ഞപ്പോ മിഠായി മേടിച്ചു കൊടുത്തു കുഞ്ഞിന്, ആ മിഠായിക്ക് കിട്ടി വാശി പിടിച്ചപ്പോ പിന്നെ കുട്ടിക്ക് അറിയാം കരഞ്ഞാൽ ഈ സാധനം കിട്ടും എന്നുള്ള കുട്ടിക്ക് വരികയാണ്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പി.എഫ്. സ്കിന്നർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്സർവബിൾ സ്റ്റിമുലൈയും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻസ്, ഇന്ന സ്റ്റിമുലൈ ഇന്ന റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ആ കണക്ഷൻസും പറഞ്ഞത് പി.എഫ്. സ്കിന്നർ ആണ്. ബിഹേവിയർ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ തോട്ട്സ്, ഫീലിംഗ് ഓർ അതർ ഇന്റേണൽ പ്രോസസ്, rather they are neutral events that occur as a result of event in the environment. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റാഡിക്കൽ ബിഹേവിയറിസ്റ്റിൽ സ്കിന്നർ പറഞ്ഞത് ബിഹേവിയർ, തോട്ട്സോ ഫീലിംഗ്സോ ഇന്റേണൽ പ്രോസസ്സോ ഒന്നും വഴി നടക്കുന്നില്ല, ആ എൻവയോൺമെന്റിൽ നടക്കുന്ന ഇവന്റിന്റെ റെസ്പോൺസ് ആയിട്ടാണ് ബിഹേവിയർ. അല്ലാതെ ചിന്തിക്കുന്നില്ല, മെന്റൽ പ്രോസസ് ഇല്ല, ഇന്റേണൽ പ്രോസസ് ഒന്നും ഇല്ല. ബിഹേവിയർ എന്താണ് നടക്കുന്നത് അതിന്റെ റെസ്പോൺസ് ആയിട്ട് നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ് ബിഹേവിയർ. Benefits or consequences of behavior increase or decrease the probability of that behavior occurring in the future. ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കുമ്പോൾ ആ ബിഹേവിയറിന് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ ആ ബിഹേവിയർ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കുഞ്ഞ് കരഞ്ഞപ്പോ കുഞ്ഞിന് മിഠായി കിട്ടി, കുഞ്ഞ് എന്ത് പ്രശ്നം വന്നാലും കരഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് കുഞ്ഞ് കരഞ്ഞപ്പോ അമ്മ മൈൻഡ് ചെയ്തില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തി, അത് കോൺസിക്വൻസ് ആണ്. കുഞ്ഞ് മനസ്സിലായി, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, മിഠായി കിട്ടൂല. അതാണ് നമ്മുടെ പിന്നെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആണ് ഫ്യൂച്ചറിൽ ആ ബിഹേവിയർ കാണിക്കുമോ കാണിക്കില്ലേ എന്നുള്ളത് പറയുന്നത്. Radical behaviorism inherits from behaviorism the position that the science of behavior is natural science, a belief that animal behavior can be studied profitably and compared with the human behavior, a strong emphasis on environment or course of behavior. കണ്ടോ, റാഡിക്കൽ ബിഹേവിയറിസം സാധാ ബിഹേവിയറിസത്തിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നാണ്. അതൊരു നാച്ചുറൽ സയൻസ് ആയിട്ടാണ് പറയുന്നത്. അതായത് ആനിമൽ ബിഹേവിയറിനെ വെച്ച് മനുഷ്യന്റെ ബിഹേവിയർ, ആനിമൽസും മനുഷ്യരും ഒക്കെ ഒരുപോലെയാണ്. ആനിമൽസിന്റെ ബിഹേവിയർ വെച്ചിട്ട് നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് മനുഷ്യന്റെ ബിഹേവിയർ പഠിക്കാം. നിങ്ങൾക്ക് അറിയാലോ, സ്കിന്നർ ബോക്സ് എക്സ്പെരിമെന്റ് എലീനെ വെച്ചിട്ടാണ് നമ്മുടെ സ്കിന്നർ ചെയ്തത്. Radical behaviorism does not claim that organisms are tabula rasa whose behavior is unaffected by biological or genetic endowment. ഇനിയാണ് റാഡിക്കൽ ബിഹേവിയറിസവും സാധാ ബിഹേവിയറിസവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. റാഡിക്കൽ ബിഹേവിയറിസം സ്കിന്നർ പറയുന്നത് നമ്മൾ ടാബുലാ റാസ ഒന്നും അല്ല, അതായത് പിന്നെ ബയോളജിക്കൽ ഓർ ജനറ്റിക് എൻഡോമെന്റ് നമുക്ക് കിട്ടാതിരിക്കും. ഇപ്പൊ ടാബുലാ റാസയിൽ എന്താ പറയുന്നത്? ജോൺ ലോക്ക് ടാബുലാ റാസയിൽ എന്താ പറയുന്നത്? നമ്മളൊരു ബ്ലാങ്ക് സ്ലേറ്റ് ആണ്, നമുക്ക് അതില് എന്താണ് എഴുതി ചേർക്കപ്പെടുകയാണ്, ഇവന്റ് വഴി എഴുതി ചേർക്കുക. അതില് ജനറ്റിക്സ് ഇല്ല, ബയോളജിക്കൽ ആയിട്ട് ഒരു കാര്യമില്ല, വെറും നമ്മൾ എൻവയോൺമെന്റിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്നത് എന്നാണ് ടാബുലാ റാസ അല്ലെങ്കിൽ ബിഹേവിയറിസം പറയുന്നത്. പക്ഷേ റാഡിക്കൽ ബിഹേവിയറിസം ഓപ്പോസിറ്റ് ആണ്. റാഡിക്കൽ ബിഹേവിയറിസം പറയുന്നത് എന്താണ്? ജനറ്റിക്സും പിന്നെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഫക്റ്റ് ആവുന്നുണ്ട് ബിഹേവിയറിസത്തിൽ എന്നാണ്.
Operant conditioning involves two basic action, increasing or decrease the probability that a specific behavior will occur in the future, which are accomplished by adding or removing one of the two basic characteristics, like positive reinforcer or negative reinforcer. ഒരു ബിഹേവിയർ വീണ്ടും കാണിക്കുമോ കാണിക്കില്ലോ എന്ന് തീരുമാനിക്കുന്നത് പണിഷ്മെന്റോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റോ ആണ്. അവിടെ എടുത്തു പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സറും നെഗറ്റീവ് റീഇൻഫോഴ്സറും ആണെന്ന്. കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഒരു ബിഹേവിയർ ഭാവിയിൽ കാണിക്കുമോ കാണിക്കില്ലേ എന്ന്. Skinner ruled out thinking and feeling as a valid explanation of behavior because thinking and feeling are not five phenomena, nor they have any special status and are just more of a behavior explained. കണ്ടോ, സ്കിന്നർ പറയുന്നുണ്ട് തിങ്കിങ്ങും ഒന്നും ബിഹേവിയർ എക്സ്പ്ലനേഷൻ അല്ല, തിങ്കിങ്ങും ഒരു ബിഹേവിയർ ആണ്, അല്ലാതെ തിങ്കിങ്ങും ഫീലിംഗും ഒന്നും ഫൈവ് ഫിനോമിന പോലും അല്ല, അതൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് കണക്കാക്കുക പോലും വേണ്ട, അതൊരു ബിഹേവിയർ ആണ്, തിങ്കിങ് പോലും ഒരു ബിഹേവിയർ ആണെന്നാണ് നമ്മുടെ സ്കിന്നർ പറയുന്നത്. സ്കിന്നർ പ്രപ്പോസ് എൻവയോൺമെന്റ് ഫാക്ടർ ആസ് എ പ്രോപ്പർ കോസ് ഓഫ് ബയോളജിക്കൽ കോഴ്സ്. കേട്ടോ, പ്രോപ്പർ ബയോളജിക്കൽ എൻവയോൺമെന്റ് ഫാക്ടർ കാരണമാണ് നമ്മുടെ ബിഹേവിയർ ഉണ്ടാവുന്നത് എന്നാണ് സ്കിന്നർ പറയുന്നത്. എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആർ ഡിഫറെന്റ് ലോജിക്കൽ ലെവൽ ദാൻ ബിഹേവിയർ ആക്ഷൻസ്. വൺ ക്യാൻ മാനിപ്പുലേറ്റ് ബിഹേവിയർ ബൈ മാനിപ്പുലേറ്റിംഗ് എൻവയോൺമെന്റ്. കേട്ടോ, ഒരു എൻവയോൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് ബിഹേവിയർ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്, അല്ലെ? ഉദയനാണ് സിനിമയില് പിന്നെ സുരാജ് എന്ന കഥാപാത്രത്തിന് അവസാനം പേടിപ്പിച്ച് അഭിനയിക്കുന്നുണ്ട്. എൻവയോൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ കൊണ്ട് ബിഹേവിയർ ഉണ്ടാക്കിയിരുന്നത്. അത് ചുറ്റുപാട് മാറ്റിയാൽ തന്നെ ബിഹേവിയറിൽ മാറ്റം വരും എന്നാണ് പറയുന്നത്, അല്ലെ? ഒരു ഗ്രാമത്തിൽ വളർന്ന കുട്ടി ഒരു പട്ടണത്തിൽ ഒരു ഫ്ലാറ്റില് ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും. അതെന്താണ്? ഒരു എൻവയോൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്താൽ ബിഹേവിയർ വരെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. റാഡിക്കൽ ബിഹേവിയർസ് ഡിഫർ ഫ്രം അതർ ഫോംസ് ഓഫ് ബിഹേവിയറിസം ഇൻ ദാറ്റ് ഇറ്റ് ട്രീറ്റ് എവറിത്തിങ് we do as behavior including private events. കണ്ടോ, പ്രൈവറ്റ് ഇവന്റ്സിനെ കൂടി ബിഹേവിയർ ആയിട്ട്, നമ്മൾ തിങ്കിങ്ങിനെയും ഫീലിങ്ങിനെയും പോലും ബിഹേവിയർ ആയിട്ടാണ് റാഡിക്കൽ ബിഹേവിയറിസം കാണുന്നത്. Indeed, this is one of why Skinner's philosophy is considered radical. അതായത് മനുഷ്യൻ ഉണ്ടാവുന്ന പല പ്രൈവറ്റ് ഇവന്റ്സിനെയും സ്കിന്നർ പറയുന്നത് അതും ബിഹേവിയർ ആണെന്നാണ്. Although prevalent events are not publicly observable behavior, radical behaviorism accept that we are observer of our own private behavior. ശരിക്കും ഒരാളുടെ പ്രൈവറ്റ് ബിഹേവിയർ ഒന്നും മറ്റൊരാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതെങ്ങനെയാ ബിഹേവിയർ ആയിട്ട് കണക്കാക്കാൻ പറ്റാന്ന് സ്കിന്നറിനോട് ചോദിക്കുമ്പോൾ സ്കിന്നർ പറയുന്നത് പ്രൈവറ്റ് ബിഹേവിയറിന്റെ ഒബ്സർവർ നമ്മൾ തന്നെയാണ്, നമ്മുടെ പ്രൈവറ്റ് ബിഹേവിയർ നമ്മൾ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് സ്കിന്നർ പറഞ്ഞിട്ട് ഉള്ളത്. അപ്പൊ റാഡിക്കൽ ബിഹേവിയറിസം ആണ്, അത് സ്കിന്നറിന്റെ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ബിഹേവിയർ എന്ന് പറയുന്നത് മെന്റൽ സ്റ്റേറ്റ് അല്ല, ബിഹേവിയർ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ബിഹേവിയറിലാണ്, മെന്റൽ സ്റ്റേറ്റിലല്ല. അതായത് ഒരിക്കലും മെന്റൽ സ്റ്റേറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, മെന്റൽ സ്റ്റേറ്റിൽ സംഭവം ഇല്ല, നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കുന്നത് ബിഹേവിയറിസത്തിലാണ് എന്നാണ്, സൈക്കോളജി ബിഹേവിയറിസത്തിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ റീഇൻഫോഴ്സ്മെന്റിന്റെയും അതുപോലെ തന്നെ ഒബ്സർവബിൾ സ്റ്റിമുലൈ റെസ്പോൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റാഡിക്കൽ ബിഹേവിയർസിൽ പറയുന്നത് ബിഹേവിയർ നമ്മൾ തോട്ട്സോ ഫീലിങ്സോ ഇന്റേണൽ പ്രോസസ്സിലൊന്നും അല്ല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മളെ ചുറ്റും നടക്കുന്ന ഇവന്റ്സിലാണ്. അവിടെ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ കോൺസിക്വൻസസ് ആണ് ഒരു ബിഹേവിയർ ഭാവിയിൽ ആവർത്തിക്കുമോ ആവർത്തിക്കപ്പെടാതിരിക്കുമോ എന്ന് തീരുമാനിക്കുന്നത്. റാഡിക്കൽ ബിഹേവിയറിസത്തിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് വന്നതാണ്. നാച്ചുറൽ സയൻസ് ആണ്, ആനിമൽ ബിഹേവിയർ ഉപയോഗിച്ച് മനുഷ്യന്റെ ബിഹേവിയർ പഠിക്കാം എന്നാണ് പറയുന്നത്. അവിടെ റാഡിക്കൽ ബിഹേവിയറിസം ടാബുലാറാസയിൽ എന്താ പറയുന്നത്, ബയോളജിക്കൽ ജനറ്റിക് എൻഡോവ്മെന്റ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ റാഡിക്കൽ ബിഹേവിയറിസം അതിനൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈവൻ ഇന്റേണലി നടക്കുന്ന കാര്യം പോലും ഒരു ബിഹേവിയർ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇവന്റ് പോലും ബിഹേവിയർ ആണ് എന്നാണ്. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന ഇവന്റ് ആർക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ സ്കിന്നർ പറഞ്ഞതാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് ഇവന്റ്സിന്റെ ഒബ്സർവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് റാഡിക്കൽ ബിഹേവിയറിസം. അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു എൻവയോൺമെന്റ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബിഹേവിയർ പോലും മാനിപ്പുലേറ്റ് ചെയ്യുക. ബിഹേവിയർ ആണ് എല്ലാം, അല്ലാതെ ഇന്നർ ഫീലിംഗും മെന്റൽ സ്റ്റേറ്റ് ഒന്നുമില്ല. അതുപോലും ഒരു ബിഹേവിയർ ആണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ ബിഹേവിയർ എന്നാണ് റാഡിക്കൽ ബിഹേവിയറിസത്തിൽ നമ്മുടെ സ്വന്തം സ്കിന്നർ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും പറഞ്ഞേ. ഇനിയാണ് നിയോ ബിഹേവിയറിസ്റ്റ്. നിയോ ബിഹേവിയറിസത്തിൽ വരുന്നത് നമ്മുടെ ക്ലാർക്ക് ഹള്ളിന്റെ റീഇൻഫോഴ്സ്മെന്റ് തിയറിയും അതുപോലെ തന്നെ ഗുത്രിയുടെ കണ്ടിഗ്യൂറ്റി തിയറിയുമാണ് വരുന്നത് കേട്ടോ.
നോക്കിയാലോ? Clark Hull's reinforcement theory. Hull occupies a significant position among neo-behavioral psychologists. Clark Hull, neo-behaviorist psychologist, വളരെ significant position കൊണ്ടാടുന്ന ഒരാളാണ്. He turned Darwinian Thorndike approach into a refined systematic theory of learning. നമ്മുടെ ചാൾസ് ഡാർവിന്റെ തിയറിയും തോണ്ടൈക്കിന്റെ തിയറിയും കൂടി ഒരു റിഫൈൻഡ് ആക്കിയിട്ട് സിസ്റ്റമാറ്റിക് തിയറി ഓഫ് ലേണിംഗ് ആക്കി മാറ്റിയ ആളാണ് നമ്മുടെ ക്ലാർക്ക് ഹൾ എന്ന് പറയുന്നത്. He was influenced by both Warsinian SRR stimulus response theory, വുഡ്സ്വർത്തിന്റെ SOR stimulus organism response തിയറിയിലും അദ്ദേഹം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു to formulate of behavior events. Hull incorporated SOR formula to explain learned behavior. കണ്ടോ, ഒരു ലേൺഡ് ബിഹേവിയറിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വുഡ്സ്വർത്തിന്റെ SOR സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് എന്നുള്ള സംഭവം ശരിയല്ലേ? സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് എന്നല്ലേ കൊടുക്കുന്നത്? ഒരു ആക്സിഡന്റ് നടന്നു, അതൊരു സ്റ്റിമുലസ് ആണ്. ഓർഗാനിസം അവിടെ ഞാൻ ഉണ്ടാവും, അഞ്ജന ഉണ്ടാവും, റഷീദ് ഉണ്ടാവും, വിജയലക്ഷ്മി ഉണ്ടാവും, നസ്മില ഉണ്ടാവും, 5 പേരുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ 5 ഓർഗാനിസം ആണ്, ഞങ്ങൾ 5 പേര് 5 റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുക. അതായത് ഒരു സ്റ്റിമുലസ് ആണെങ്കിലും അതിന്റെ ഓർഗാനിസത്തിനനുസരിച്ചിട്ടാണ് റെസ്പോൺസ് വരിക എന്ന്. ശരിയല്ലേ? ഇപ്പൊ ചില ആൾക്കാർ കല്ലുപോലെ ചിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ബോധം കെട്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ ഓടിച്ചെന്ന് അവരെ സഹായിക്കാൻ നിൽക്കുന്നുണ്ടാവും, അല്ലെ? അതാണ് SOR എന്ന് പറയുന്നത്. To explain learning phenomena along with SOR paradigm, Hull envisaged hypothetico-deductive method which has 3 steps. ഈ ഒരു SOR paradigm explain ചെയ്യാൻ അദ്ദേഹം ഒരു hypothetico-deductive method, 3 സ്റ്റെപ്പുകളുള്ള hypothetico-deductive method കൊണ്ടുവന്നു. A system of definition of concept is set in order. Some postulates, a tentative hypothetical statement about behavior are formulated on this basis of definition. Several theorems are deduced. ഓക്കെ, ഫാത്തിമ ഹിബ ഒന്നുകൂടി പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി പറയാം. ഹള്ള് നിയോ ബിഹേവിയറിസ്റ്റ് സൈക്കോളജിസ്റ്റുകളിൽ വളരെ പ്രമുഖനാണ്. അദ്ദേഹം ചാൾസ് ഡാർവിന്റെ തിയറിയും എഡ്വാർഡ് തോണ്ടൈക്കിന്റെ അപ്രോച്ചസുകളും റിഫൈൻഡ് ആക്കി ഒരു സിസ്റ്റമാറ്റിക് തിയറി ഓഫ് ലേണിംഗ് കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം വാട്സന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിലും വുഡ്സ്വർത്തിന്റെ സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് തിയറിയിലും വളരെ ആകൃഷ്ടനായിരുന്നു. ഈ SOR ഫോർമുല ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ലേൺഡ് ബിഹേവിയർ, പഠിച്ച ബിഹേവിയറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ഹൈപ്പോത്തറ്റിക് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നുള്ള 3 സ്റ്റെപ്പ് മെത്തേഡ് കണ്ടെത്തുകയാണ്. A system of definition, അതിൽ വരുന്ന കാര്യങ്ങളാണ് a system of definition of concept is set in order. കണ്ടോ, ഡെഫിനിഷൻസ് ഒക്കെ ഓർഡറിലാക്കി എഴുതുന്നു. അതിനുശേഷം സം പോസ്റ്റ്ലേറ്റ് ടെന്റേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോത്തസിസ് അതിനു വേണ്ടി കണ്ടെത്തുന്നു. അതിനുശേഷം സെവറൽ തിയറീസ് ആർ ഡെഡ്യൂസ്ഡ്. അതായത് ഈ SOR paradigm വെച്ച് ക്ലാർക്ക് ഹൾ എന്ത് ചെയ്യുന്നുണ്ട്? ലേണിങ്ങിന്, ലേൺഡ് ബിഹേവിയറിനെ പറ്റി പറയുന്നുണ്ട്. അത് പറയാൻ വേണ്ടി അദ്ദേഹം ഒരു ഹൈപ്പോത്തറ്റിക് ഡെഡക്റ്റീവ് മെത്തേഡ് തന്നെ കണ്ടെത്തി. ആദ്യം അദ്ദേഹം കണ്ടെത്തിയ കോൺസെപ്റ്റ്സ് ഒക്കെ ഓർഡറിൽ എഴുതി. അതിനുശേഷം ഇതിനനുസരിച്ച് എന്താക്കി? ടെന്റേറ്റീവ് ആയിട്ട് ഹൈപ്പോത്തസിസ് കണ്ടെത്തി. അതിനുശേഷം ഈ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് പല പല തിയറികൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണ് ആദ്യം സിസ്റ്റം ഓഫ് ഡെഫിനിഷൻ ഓഫ് കോൺസെപ്റ്റ് സെറ്റ് ഇൻ ഓർഡർ. ഈ സിസ്റ്റം ഓഫ് ഡെഫിനിഷൻസ് ഓർഡറിലാക്കി ഇത് അനുസരിച്ച് കുറച്ച് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി. ഈ ഹൈപ്പോത്തസിസ് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് എന്താക്കി? വിവിധ തിയറികൾ ഉണ്ടാക്കുകയാണ് ക്ലാർക്ക് ഹള്ള് ചെയ്തത്. On the basis of these 3 steps, a formal, systematic and integrated scientific theory emerged, which is known as mathematico-deductive theory or model of learning. ഈ 3 സ്റ്റെപ്പിന്റെ ബേസിസിൽ അദ്ദേഹം ഒരു ഫോർമൽ, സിസ്റ്റമാറ്റിക് ആൻഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സയന്റിഫിക് തിയറി ഉണ്ടാക്കി ലേണിങ്ങിന് വേണ്ടിയിട്ട്. ആ തിയറി അറിയപ്പെടുന്നത് മാത്തമാറ്റിക്കോ-ഡിഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ മോഡൽ ഓഫ് ലേണിംഗ് എന്നാണ്. This mathematical model is known as neo-behaviorist theory because it follows the footstep behaviorism in a new form. കണ്ടോ, ഈ മാത്തമാറ്റിക്കൽ മോഡലിനെ നോക്കിയേ,
This mathematical model is known as neo-behaviorist theory because it is follow the footstep of behaviorism in effect. ഈ മാത്തമാറ്റിക്കൽ തിയറിയും ബിഹേവിയറിസം തിയറി എന്നാണ് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാ? ഈ തിയറിയും ബിഹേവിയറിസത്തിൽ നിന്നാണ് റൂട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. Also known as association theory because he believed that during learning the twin elements of S and R combines together to form a new association. അദ്ദേഹം ഈ തിയറിനെ, ഈ മാത്തമാറ്റിക്കൽ തിയറിനെ തന്നെ അസോസിയേഷൻ തിയറി എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്? ഡ്യൂറിങ് ലേണിംഗിന്റെ സമയത്ത് സ്റ്റിമുലസും റെസ്പോൺസും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ന്യൂ അസോസിയേഷൻ അല്ലെ, നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ആ പാലമരത്തിൽ പ്രേതമുണ്ട്, ആ പാലമരത്തിൽ പ്രേതം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ന്യൂ ലേണിംഗ് നടക്കും. പിന്നെ ഏത് പാലമരം കണ്ടാലും കുട്ടിക്ക് പേടിയാവാണ്. അതാണ് ഒരു ലേണിംഗ് അവിടെ നടക്കുന്നത്. ഒരു അസോസിയേഷൻ, പാലമരം എന്ന് വെച്ചാൽ പ്രേതമാണ്, അങ്ങനെ അസോസിയേഷൻ കൂടി അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാത്തമാറ്റിക്കൽ ഡിഡക്റ്റീവ് തിയറിനെ അദ്ദേഹം അസോസിയേഷൻ തിയറി എന്നും വിളിക്കുന്നുണ്ട്. S or the stimulus energy, light or sound or endorm, are the effective mechanism, muscular movement or secretion, etc. And learning is the connection or association of these two events in such a way that produce the effect change or modification of response, also known as Hull-Spencer theory. കണ്ടോ? എസ് ഒരു സ്റ്റിമുലസ് ആണ്, എന്താണ്? പാലമരം. റെസ്പോൺസ് ആണ് പേടി. ഇത് രണ്ടും തമ്മിൽ കണക്ട് ആയാൽ അവിടെ എന്ത് ജനിക്കുകയാണ്? ഒരു പുതിയ ലേണിംഗ്. പാലമരത്തിൽ പ്രേതമുണ്ട്, പാലമരം കണ്ട പേടിക്കണം. Hull's theory is probabilistic in nature because it is possible for an experimenter to assign a probability of a response to occur on the basis of number of reinforced trials. This is what we intend to predicting a model of learning. ഹള്ളിന്റെ തിയറി ഒരു പ്രോബബിലിറ്റിക് ഇൻ നേച്ചർ ആണെന്ന് പറയുന്നുണ്ട്. കാരണം പ്രോബബിലിറ്റി നോക്കാം, നമുക്ക് മാത്സ് ചെയ്തിട്ട് ഒരാൾക്ക് ഇത്ര സാധനം കൊടുത്താൽ ഇത്ര റെസ്പോൺസ് കിട്ടും, ഒരു കുഞ്ഞിനെ ഇത്ര വട്ടം പഠിപ്പിച്ചാൽ ആ കുട്ടി ഇത്ര വട്ടം റെസ്പോൺസ് ചെയ്യും എന്നുള്ളതൊക്കെ മാത്സിലൂടെ കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഹള്ളിന്റെ ഈ ഒരു ലേണിംഗ് തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. കൊണ്ട് തന്നെ പ്രോബബിലിറ്റി ഇൻ നേച്ചർ ആണ് ഹള്ളിന്റെ തിയറി. ഫുൾ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? ഹള്ള് നിയോ ബിഹേവിയറിസ്റ്റിൽ വളരെ സിഗ്നിഫിക്കന്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഡാർവിയന്റെ തിയറിയും അതുപോലെ തോണ്ടൈക്കിനൊക്കെ ഒരു അപ്രോച്ച് ചെയ്തൊക്കെ കൂടെ ഒരു റിഫൈൻഡ് സിസ്റ്റമാറ്റിക് തിയറി ആക്കി മാറ്റിയ ആളാണ് അദ്ദേഹം. വാട്സന്റെ SR-ഉം വുഡ്സ്വർത്തിന്റെ SR-ഉമായിട്ട് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് അദ്ദേഹം ഒത്തിരി തിയറി ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് നമ്മുടെ മാത്തമാറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ മോഡൽ ഓഫ് ലേണിംഗ്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? ഒരു സ്റ്റിമുലസിന് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസ് ഒരു അസോസിയേഷൻ ആണ്, ഒരു ന്യൂ ലേണിംഗ് നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ മാത്തമാറ്റിക്കൽ ഡിഡക്റ്റീവ് മോഡൽ ആണെങ്കിൽ പോലും ഈ നിയോ ബിഹേവിയറിസം തിയറി ബിഹേവിയറിസത്തിൽ നിന്ന് തന്നെയാണ്. ബിക്കോസ് അതിന്റെ റൂട്ട് വന്നിരിക്കുന്നത് ബിഹേവിയറിസം. ഒരു സ്റ്റിമുലസ്, അതിന് കൊടുക്കുന്ന റെസ്പോൺസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? അളക്കുക പോലും ചെയ്യാം മാത്സ് ഉപയോഗിച്ചിട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോബബിലിറ്റിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ പറയണം കേട്ടോ, ഒരു തംസ് അപ്പ് തന്നാ മതി. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് കീ കോൺസെപ്റ്റ്. ഓക്കെ, ഹാബിറ്റ് സ്ട്രെങ്ത്. The tendency of a particular stimulus to evoke a particular response increase in strength as a function of the number of times the stimulus and response occur together. പറയാം, അവസാനം പറയാം കേട്ടോ അലീഷ. നോക്കിക്കേ, നമ്മുടെ നിയോ ബിഹേവിയറിസ്റ്റില് അല്ലെങ്കിൽ റാഡിക്കൽ നമ്മുടെ ഗുത്രിയുടെ ഹള്ളിന്റെ തിയറിയിലെ കീ കോൺസെപ്റ്റ് ആണ് ഹാബിറ്റ് സ്ട്രെങ്ത്. ഹാബിറ്റ് സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആ ഹാബിറ്റ് സ്ട്രെങ്ത് ആവുന്നുണ്ട്. ഓക്കെ, ദ ടെൻഡൻസി ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ടു ഇവോക്ക് എ പെർട്ടിക്കുലർ റെസ്പോൺസ് ഇൻക്രീസസ് ഇൻ സ്ട്രെങ്ത് ആസ് എ ഫംഗ്ഷൻ ഓഫ് നമ്പർ ഓഫ് ടൈംസ് ദ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് occur together. എത്രത്തോളം സ്റ്റിമുലസും റെസ്പോൺസും ഒരുമിച്ച് വരുന്നു അത്രത്തോളം ആ ഹാബിറ്റ് സ്ട്രെങ്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്. എത്രത്തോളം നമ്മൾ പട്ടിക്ക് വെല്ലടിച്ചു കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, വെല്ലടിച്ചു ഒരു മാസങ്ങളോളം ചെയ്യുകയാണെങ്കിൽ അത് വളരെ കാലം ആ സ്വഭാവം നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അതാണ് ഹാബിറ്റ് സ്ട്രെങ്ത്. ആ സ്റ്റിമുലസ് റെസ്പോൺസ് എത്രത്തോളം കണക്റ്റഡ് ആണ്, എത്രത്തോളം അത് ഒക്കറായിട്ട് വരുന്നു ടുഗദർ, അത്രത്തോളം ആ ഹാബിറ്റ് സ്ട്രെങ്ത് ആവും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സ്റ്റിമുലസ് റെസ്പോൺസ്, നിങ്ങൾ ഡെയിലി പാലമരം കാണാൻ പ്രേതം ഉണ്ടെന്ന് കേൾക്കാണ്, പാലമരം കാണാൻ പ്രേതം ഉണ്ടെന്ന് കേൾക്കാണ്, കാലാകാലം നിങ്ങൾക്ക് ആ ഒരു സംഭവം ഉണ്ടാകും. അതായത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എത്രത്തോളം ഒരുമിച്ച് വരുന്നു അത്രത്തോളം ആ ഹാബിറ്റ് സ്ട്രെങ്തൻ ആവും എന്നാണ്. ആൻഡ് സോ ലാങ് ആസ് ഈച്ച് പാരിംഗ് ഓഫ് SR is reinforced. അതുകൊണ്ട് തന്നെ ഓരോ വട്ടവും സ്റ്റിമുലസ് റെസ്പോൺസ് ഒരുമിച്ച് വരുമ്പോഴും അവിടെ റീഇൻഫോഴ്സ് സംഭവിക്കുകയാണ്. അവിടെ എന്ത് വരുന്ന പറയുന്നത് ഹാബിറ്റ് സ്ട്രെങ്ത് ആവും എന്നാണ്. എന്താ പറഞ്ഞത്?
ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് എത്രത്തോളം വട്ടം ഒരുമിച്ച് വരുന്നു അത്രത്തോളം വട്ടം ആ ഹാബിറ്റ് അല്ലെങ്കിൽ ആ റെസ്പോൺസ് സ്ട്രെങ്തൻ ആവും, അല്ലെങ്കിൽ ആ ഹാബിറ്റ് സ്ട്രെങ്തൻ ആവും എന്നാണ് പറയുന്നത്. ഇത് മാത്സ് വെച്ചിട്ടാട്ടോ പറയുന്നത്. F=H/D. എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി റെസ്പോൺസ് ആണ്, ഡ്രൈവ് ഇൻ ടു ഹാബിറ്റ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, റിയാക്ഷൻ പൊട്ടൻഷ്യൽ, റീഇൻഫോഴ്സ്മെന്റ്, ഇൻഹിബിറ്ററി പൊട്ടൻഷ്യൽ, ക്രിറ്റിസിസം ഒക്കെയാണ് ബാക്കി കീ കോൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതായത് F=H/D, അതായത് റെസ്പോൺസിന്റെ പ്രോബബിലിറ്റി. ഒരു കുട്ടി പിന്നെ എന്താണ് പാലമരം എന്ന് കേൾക്കുമ്പോഴേക്കും പേടിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിനുള്ള ഡ്രൈവും അത് എത്രത്തോളം ഹാബിറ്റ് സ്ട്രെങ്ത് ആയിട്ടുണ്ട്, അതായത് അത് എത്രത്തോളം ഒരുമിച്ച് വന്നിട്ടുണ്ടോ അത്രയും, പിന്നെ ആ കുട്ടിക്ക് ഇളത്തുവരെയും ഇത് തമ്മിൽ ഗുണിച്ചാല് എത്ര റെസ്പോൺസ് ആ കുട്ടി എത്ര പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി കരയുന്നു, നമ്മൾ മുട്ടായി കൊടുക്കുക, മുട്ടായിക്ക് വേണ്ടി കരയുന്നു, മുട്ടായി കൊടുക്കുന്നു, ദിവസവും മുട്ടായിക്ക് വേണ്ടി കരയുന്നു, മുട്ടായി കൊടുക്കുന്നു, അല്ലെങ്കിൽ കളിപ്പാട്ടത്തിന് വേണ്ടി കരയുന്നു, കളിപ്പാട്ടം കൊടുക്കുന്നു. കുട്ടിക്ക് എന്തായി? ഹാബിറ്റ് സ്ട്രെങ്ത് ആയി, കരഞ്ഞ കാര്യം സാധിക്കും. അപ്പൊ കരച്ചിൽ ആ കുട്ടിയുടെ ഹാബിറ്റ് ആയി. അപ്പോ നാളെ ആ കുട്ടി ചിലപ്പോ റോട്ടിൽ ഓടാൻ, കൈ വിട്ട് റോട്ടിൽ ഓടാൻ എത്രത്തോളം ആ കുട്ടി കരയുന്നുള്ളത് ഈ ഡ്രൈവ് ഇൻറ്റു ഹാബിറ്റ് സ്ട്രെങ്ത്, ആ കുട്ടിയുടെ ത്വര ഇൻറ്റു ഹാബിറ്റ് സ്ട്രെങ്ത് ചെയ്താൽ ആ കുട്ടി എന്ത് റെസ്പോൺസ് ആയിരിക്കും കൊടുക്കാന്ന് മാത്സ് വഴി നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അതാണ് F=H/D. എഫ് എന്ന് പറയുന്നത് പിന്നെ പ്രോബബിലിറ്റി ഓഫ് റെസ്പോൺസ് ആണ്, H ഹാബിറ്റ് സ്ട്രെങ്ത് ആണ്, D ഡ്രൈവ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ അല്ലേ? ഒരു താമസപ്പെങ്കിലും താട്ടോ. ഇനി ഇൻഹിബിറ്ററി പൊട്ടൻഷ്യൽ ക്രിറ്റിസിസം, നമ്മുടെ റാഡിക്കൽ ബിഹേവിയർസിലുള്ള ക്രിറ്റിസിസം ആണ്. ക്രിട്ടിസൈസ് ഫോർ ഇൻട്രോഡ്യൂസിങ് മാത്തമാറ്റിക്സ് ടു എക്സ്പ്ലെയിനിങ് ദ കീ പോയിന്റ്സ് ഓഫ് കോൺസെപ്റ്റ്. കണ്ടോ, മാത്സിലൂടെയാണ് കീ പോയിന്റ്സും കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അതുകൊണ്ട് അതൊരു ക്രിറ്റിസിസമായി. ഡ്യുവലിസം ഓഫ് തോട്ട്, ബിഹേവിയറിസം ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയബിൾ ഓഫ് ഓർഗാനിസം. ഒരു ഡ്യുവലിസം ഓഫ് തോട്ട് കൊണ്ടുവന്നു, ബിഹേവിയറിസ്റ്റിക്കും ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയബിൾ ഓഫ് ഓർഗാനിസം. ആ രണ്ടും കൊണ്ടുവന്നതിനെ കൊണ്ട് ഒരു ഡ്യുവലിസ്റ്റിക് തോട്ടായി, അതുകൊണ്ട് അതും ഒരു ക്രിറ്റിസിസമായി. സഫേർഡ് ഫ്രം ബാക്ക്വേർഡ് എഫക്ട്, ബാക്ക്വേർഡ് എഫക്റ്റിനെ പറ്റി പറയാൻ റാഡിക്കൽ ബിഹേവിയറിസ്റ്റിന് പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് അതും ഒരു ക്രിറ്റിസിസം ആയി മാറി. അപ്പൊ റാഡിക്കൽ ബിഹേവിയർസ് ഇത്തിരി കൊണിഷ്ട് പിടിച്ച ഒരു തിയറിയാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ക്ലാർക്ക് ഹൾ എന്ന് പറയുന്നത് ബിഹേവിയറിസ്റ്റ് സൈക്കോളജിസ്റ്റില് സിഗ്നിഫിക്കന്റ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഡാർവിന്റെയും തൊണ്ടാക്കിന്റെയും അപ്രോച്ചിനെ ഒരു റിഫൈൻഡ് സിസ്റ്റമാറ്റിക് തിയറി ഓഫ് ലേണിംഗ് ആക്കി മാറ്റിയ ആളാണ്. അദ്ദേഹം വാട്സന്റെ സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയും വുഡ്സ്വർത്തിന്റെ സ്റ്റിമുലസ് ഓർഗാനിസം റെസ്പോൺസ് തിയറിയുമായി ഉപയോഗിച്ചിട്ടാണ് ബിഹേവിയറിസത്തിന്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തിയറി ഉണ്ടാക്കിയുള്ളത്. ഈ SOR തിയറിയാണ്, അതായത് ഈ വാട്സന്റെ SR എന്നാണ് വുഡ്സ്വർത്ത് SOR ആക്കിയത്. ഈ SOR എടുത്തിട്ടാണ് ഹൾ എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്കൽ റിഡക്ഷൻ തിയറി കൊണ്ടുവന്നത്. അദ്ദേഹം ഈ മാത്തമാറ്റിക്കൽ റിഡക്ഷൻ തിയറി കൊണ്ടുവരാൻ ഒരു 3 സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ടാണ്. 3 സ്റ്റെപ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഈ 3 സ്റ്റെപ്സിന്റെ ബേസിസിൽ അദ്ദേഹം ഉണ്ടാക്കിയ സയന്റിഫിക് തിയറിയാണ് മാത്തമാറ്റിക്കൽ ഡിഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ മോഡൽ ഓഫ് ലേണിംഗ്. അതാണ് ഈ സംഭവം. SOR അലീഷ, ഇപ്പം അലീഷ ഒരു ആക്സിഡന്റ് കാണുകയാണ്. ഓക്കെ, അലീഷയാണ് ഓർഗാനിസം, അലീഷ കൊടുക്കുന്ന റെസ്പോൺസ്. അഫ ആക്സിഡന്റ് കാണുകയാണ്, ആക്സിഡന്റ് അഫ കാണുകയാണ്, അഫ കൊടുക്കുന്ന റെസ്പോൺസ്. അതായത് ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലസിന് ഓർഗാനിസം റെസ്പോൺസ് കൊടുക്കുകയാണ്. അത് ഓർഗാനിസത്തിനനുസരിച്ചിരിക്കും എന്നാണ്. ആ ഓർഗാനിസത്തിന് എത്രത്തോളം ഇത് കണക്ഷൻ ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ എന്റെ മകൻ അല്ലെങ്കിൽ A എന്ന കുട്ടി, B എന്ന കുട്ടി, C എന്ന കുട്ടി. ഓക്കെ, അവിടെ എന്താണ് സ്റ്റിമുലസ്? എന്താണ്? കളിപ്പാട്ടം കണ്ടു. A എന്തായിരിക്കും? ചിലപ്പോൾ കരഞ്ഞു കൂക്കി വിളിക്കുന്നുണ്ടാവും റെസ്പോൺസിന്. ബിക്കോസ് A എന്ന കുട്ടി എപ്പോഴും കരഞ്ഞാൽ കാര്യം സാധിക്കും, അതുകൊണ്ടാണ്. പക്ഷെ B എന്ന കുട്ടി അമ്മ അതെനിക്ക് വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചു, അമ്മ പറഞ്ഞു വാങ്ങിച്ചു തരൂല. അപ്പൊ ആ B എന്ന കുട്ടി പിണങ്ങിപ്പോയി. C എന്ന കുട്ടിയും ചോദിച്ചു, അമ്മ അതെനിക്ക് വാങ്ങിച്ചു തരാം. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല, കാശില്ലട്ടോ, പിന്നെ മേടിച്ചിടാം. ആ കുട്ടി ഓക്കെ പറഞ്ഞു. കണ്ടോ, ഇവിടെ ഒരേ ഇവന്റ് ആണ്.
എന്ത് കളിപ്പാട്ടം കണ്ടു. പക്ഷെ എയും ബിയും സിയും കൊടുത്തത് വേറെ വേറെ റെസ്പോൺസാണ്. ബിക്കോസ് എക്ക് കിട്ടിയത് എന്താണ്, അവിടെ കളക്ഷൻ എന്താണ്, കരഞ്ഞാൽ കാര്യം സാധിക്കും. ബിക്ക് കിട്ടിയ ഒരു ഹാബിറ്റ് എന്താണ്, പിണങ്ങിപ്പോയ കാര്യം സാധിക്കും. സിക്ക് കിട്ടിയ ഹാബിറ്റ് എന്താണ്, അമ്മ പറഞ്ഞത് കേൾക്കുന്നതാണ് നല്ലത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? അതാണ് ആ ഹാബിറ്റ് സ്ട്രെങ്ത്തും ആ കുട്ടിയുടെ ഡ്രൈവും നമ്മൾ കണക്കാക്കിയാൽ ആ കുട്ടി കാണിക്കുന്ന പ്രോബബിലിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ മാത്സിലൂടെ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്തതാണ് ഗുത്രിയുടെ കണ്ടിഗിറ്റി തിയറി. ഓക്കെ ആണല്ലോ? Guthrie de-emphasized motivation and reinforcement to be any significance in modifying our behavior. Rather, he emphasized contiguity in learning. കേട്ടോ, ഗുത്രി മോട്ടിവേഷനെയും റീഇൻഫോഴ്സ്മെന്റിനെയും ഒക്കെ തള്ളി പറഞ്ഞു. ഒരു ബിഹേവിയർ കണ്ടിഗിറ്റി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നാണ്. അല്ലെ, ഒരു ബിഹേവിയർ മോഡിഫൈ, ഇപ്പൊ ഒരു കുട്ടി ഒരു ദിവസം പോടാന്ന് വിളിച്ച് ചിരിച്ചു കഴിഞ്ഞാൽ അത് ആ കുട്ടീന്റെ ഹാബിറ്റ് ആവില്ല. ഡെയിലി പോടാന്ന് വിളിക്കുക, ഡെയിലി അത് കണ്ടിഗിറ്റി ഉണ്ടെങ്കിലേ അവിടെ ബിഹേവിയർ മോഡിഫൈ ആവുകയുള്ളൂ എന്നാണ്. ഒരു ദിവസം നമ്മൾ ഫോൺ വാങ്ങി വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു മാറ്റവും വരില്ല. ഡെയിലി 1 മണിക്കൂർ കൊടുക്കുക, ബാക്കി സമയം എത്രയായാലും നമ്മൾ ഫോണ് മേടിച്ച് വെക്കണം. പാവ്ലോ, തോണ്ടായ്ക്ക്, ഹൾ എക്സെട്ര ഫോളോ ദ ലേണിംഗ് ഓഫ് SR അഫയർ. പാവ്ലോ ആയിക്കോട്ടെ, തോണ്ടായ്ക്ക് ആയിക്കോട്ടെ, ക്ലാർക്ക് ഹൾ ആയിക്കോട്ടെ, ഇവരൊക്കെ സ്റ്റിമുലസ് റെസ്പോൺസ് അഫയറിനെയാണ് ഫോളോ ചെയ്തത്. For Guthrie, this association between a stimulus and response is a matter of contiguity, closeness in time, and reinforcement is not necessary എന്നാണ് പറയുന്നത്. അതായത് റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമൊന്നുമില്ല, റീഇൻഫോഴ്സ്മെന്റ് സെക്കൻഡറി ആണെന്നാണ് ഗുത്രി പറഞ്ഞത്. കണ്ടിഗിറ്റി എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഹേവിയർ സ്ട്രെങ്തൻ ആകുന്നത്, അല്ലാതെ റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമൊന്നുമില്ല. കണ്ടിഗിറ്റിക്കാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. This theory is a single principle theory and employs a few assumptions than others. It is greater scientific advantages of this theory. ആണോ, ഈ ഒരു തിയറി സിമ്പിൾ പ്രിൻസിപ്പൽ തിയറിയാണ്. ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ തിയറിക്ക് സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. To him, in order to learn, contracting one's muscle in some order and pattern is only required. ലേണിംഗ് നടക്കാൻ കുറച്ച് കോൺട്രാക്ഷൻസും മസിൽസും മതി. അപ്പൊ എഴുത്ത് എല്ലാത്തിനും കുറച്ച് ലേണിംഗ് നടക്കണമെങ്കിൽ കുറച്ച് കൺട്രാക്ഷൻസും മസിൽസും ഒക്കെ മതി എന്നാണ്. Development of this pattern depends upon proper signal of stimulus, and as soon as the stimulus and response occur in close association of time, learning is complete. കണ്ടോ, ഇവിടെ എന്താണ്, ഈ പാറ്റേൺ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കണം. അതായത് എന്നും എഴുതുന്ന കുട്ടിക്ക് എഴുത്ത് ഭയങ്കര സ്പീഡായിരിക്കും, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതായത് കണ്ടിഗിറ്റി ഉണ്ടെങ്കിൽ ആ ബിഹേവിയർ അവിടെ സ്ട്രെങ്തൻ ആവും. ബിക്കോസ് ഇതൊക്കെ മസിലൊക്കെ ഉപയോഗിച്ചിട്ട് യാന്ത്രികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പൊ എന്നും കണ്ടിഗിറ്റി ഉണ്ടെങ്കിൽ ഈ ബിഹേവിയർ ഒക്കെ സ്ട്രെങ്തൻ ആവും, അവിടെ റീഇൻഫോഴ്സ്മെന്റ് ആവശ്യം പോലും ഇല്ല എന്നാണ് ആര് പറയുന്നത്, ഗുത്രി പറയുന്നത്. He neither considered the importance of practice nor reinforcement as necessary for factor for learning. കേട്ടോ, പിന്നെ പ്രാക്ടീസിനെയും അദ്ദേഹം പറയുന്നില്ല, റീഇൻഫോഴ്സ്മെന്റിനെയും പറയുന്നില്ല. കണ്ടിന്യൂറ്റി, അതായത് എന്നും നടക്കുക എന്നുള്ളതാണ്. എന്നും അത് പ്രാക്ടീസ് മാത്രമൊന്നുമല്ല, എന്നും നടന്നാൽ മതി, അത് നമ്മളെ ബിഹേവിയർ ആവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാണ്, ഗുത്രി മോട്ടിവേഷനെയും റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഡി എംഫസൈസ് ചെയ്തു. അദ്ദേഹം പറയുന്നത് കണ്ടിന്യൂറ്റി ലേണിംഗ് ആണ് നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ. പാവ്ലോ ആയിക്കോട്ടെ, ഹൾ ആയിക്കോട്ടെ, തോണ്ടായിക്കോട്ടെ, ഇവരൊക്കെ സ്റ്റിമുലസ് റെസ്പോൺസ് അഫയറിനെയാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഗുത്രിനെ സംബന്ധിച്ചിടത്തോളം അസോസിയേറ്റ് ബിറ്റ്വീൻ സ്റ്റിമുലസ് റെസ്പോൺസ് എന്താണ്, കണ്ടിഗിറ്റിയാണ്, ക്ലോസ്നെസ്. അതായത് എത്രത്തോളം അത് ആ ആളും ആ സിറ്റുവേഷനും എപ്പോഴും ഉണ്ടായിരിക്കുന്നു, അത്രത്തോളം ആ ബിഹേവിയർ സ്ട്രെങ്തൻ ആവും. റീഇൻഫോഴ്സ്മെന്റ് ആവശ്യം അവിടെ വരുന്നില്ല. ഇദ്ദേഹത്തിന്റെ തിയറി എന്ന് പറഞ്ഞൊരു സിംഗിൾ പ്രിൻസിപ്പൽ തിയറിയാണ്. പക്ഷെ ഫ്യൂ അസംഷൻസ് അദ്ദേഹം കൊണ്ടുവന്നത് കൊണ്ട് തന്നെ സയന്റിഫിക് അഡ്വാൻറ്റേജസ് ഈ തിയറിക്ക് ഉണ്ട്. അതായത് പഠിക്കാൻ കുറച്ച് മസിൽസ്, ഒരു പാറ്റേൺ, ആ പാറ്റേൺ കിട്ടിയാൽ മതി നമുക്ക് പഠിക്കാം. അവിടെ ഇത് സ്ഥിരമായിട്ട് നടന്നാൽ അതങ്ങോട്ട് ലേൺഡ് ആയിക്കോളും. അവിടെ പ്രാക്ടീസും വേണ്ട, പിന്നെ റീഇൻഫോഴ്സ്മെന്റും വേണ്ട, സ്ഥിരമായിട്ട് കണ്ടിഗിറ്റി ഉണ്ടായാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ലേണിംഗ് ഇസ് എ സിംഗിൾ ട്രയൽ അസോസിയേഷൻ മെർലി ബൈ കണ്ടിഗിറ്റി, ഇറ്റ് റേസസ് സം ക്വസ്റ്റ്യൻ. കാരണം ലേണിംഗ് കണ്ടിഗിറ്റി മാത്രം വഴി നടക്കുന്നതാണെന്ന് പറയുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് ലേണിംഗ് ഇസ് എ സിംഗിൾ ട്രയൽ ഫിനോമിന, വൈ ഡസ് ദ ലേണിംഗ് കർവ് ആസ് ജനറൽ ഷോസ് ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ്? കണ്ടോ, ലേണിംഗ് ഒരു സിംഗിൾ
മനസ്സിലാക്കണം. ലേണിംഗ് ഒരു സിംഗിൾ ട്രയൽ കൊണ്ട് ലേൺ ചെയ്യും എന്ന് പറയുമ്പം കണ്ടിഗിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉണ്ടോ? ക്ലാർക്ക് ഹള്ളിന്റെ ക്വസ്റ്റ്യൻ ആണ്, സോറി ഗുത്രിയുടെ ക്വസ്റ്റ്യൻ ആട്ടോ. ചിലവർ പറയുന്നുണ്ട് ഒറ്റ ട്രയലോട് ലേണിംഗ് നടക്കുമെന്ന്. അങ്ങനെ ഒറ്റ ട്രയൽ കൊണ്ട് ലേണിംഗ് നടന്നു കഴിയുകയാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് കണ്ടിഗിറ്റിക്കാർക്ക് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ലേണിംഗ് കർവിൽ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നത് സ്ഥിരം ചെയ്താൽ? ഒറ്റ വട്ടം കേട്ടാ പഠിക്കുന്ന ആളാണ്, പക്ഷേ അത് 2 or 3 വട്ടം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? If contiguity is essential for association between S and R, what explanation can be offered for the common phenomenon of trace conditioning? ഇവിടെ വേറെയും ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? കണ്ടിഗിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് റെസ്പോൺസിന്റെ അസോസിയേഷൻ കണ്ടിഗിറ്റി നിർബന്ധമാണെന്ന് പറയുമ്പോൾ അവിടെ വാട്ട് എക്സ്പ്ലനേഷൻ ക്യാൻ ബി ഓഫർഡ് ഫോർ ദ കോമൺ ഫിനോമിനൻ ട്രേസ് കണ്ടീഷനിങ് എങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും? ഈ 2 ക്വസ്റ്റ്യൻ ആണ് കണ്ടിഗിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഒന്നെന്താണ്? സിംഗിൾ ട്രയൽ ഫിനോമിനൽ ലേണിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ലേണിംഗ് കർവിൽ എങ്ങനെ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നു? കണ്ടിഗിറ്റി ലേണിംഗിൽ ഇമ്പോർട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ട്രേസ് കണ്ടീഷനിങ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? Guthrie has tried to answer the above question. He has distinguished between movement and acts. According to him, the movement is a pattern of muscular and glandular response, while act is a series of such movement emulating the end result. കണ്ടോ? അപ്പൊ നമ്മൾ കൈ അനക്കുന്നു, കാലനക്കുന്നു, ഉള്ളില് ഗ്ലാൻഡുലാർ ഒക്കെ ഉള്ളത് എന്താണ്? മൂവ്മെന്റ് ആണ്. നേരെ മറിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി ആ കുപ്പി എടുത്ത് കൊണ്ടുവരുന്നത് ആക്ട് ആണ്. ഈ മൂവ്മെന്റിനെയും ആക്ടിനെയും അദ്ദേഹം 2ആയിട്ട് തരംതിരിച്ചു. നോക്കിയേ, ഞാൻ എന്റെ കൈയും കാലും അനക്കുന്നൊക്കെ എന്താണ്? മൂവ്മെന്റ് ആണ്. പക്ഷെ ഞാൻ ഈ കൈയും കാലൊക്കെ അനക്കി എണീറ്റ് പോയി ഒരു കുപ്പി എടുത്ത് തിരിച്ചു വന്നു, അത് ആക്ട് ആണ്. ഒരു എൻഡ് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിനെ അദ്ദേഹം ആക്ട് എന്ന് വിളിച്ചു. To him, learning is complete in a single trial by association being formed on the basis of continuity is movement, not acts. Kano, learning ഒറ്റ ട്രയൽ നടക്കുന്നത് മൂവ്മെന്റ്സ് പഠിക്കാണ്, ആക്ട് അല്ല. ആക്ട് പഠിക്കണമെങ്കിൽ അവിടെ കണ്ടിഗിറ്റി വേണം. Since act involves many movement, it may take many trials to perfect a pattern, many movement that is eventually successful in performing the act. വീഴാൻ നേരത്തെ പിടിച്ചു, അപ്പൊ വീടില്ല. ആ ഒരു പിടിക്കൽ എന്താണ്? മൂവ്മെന്റ് ആണ്. പക്ഷെ എപ്പോ വീണാലും വീഴാൻ പോകുമ്പോഴും പിടുത്തം കിട്ടണമെങ്കിൽ അത് ആക്ട് ആണ്. നമ്മള് കൈകരെ കൊണ്ടുപോയി പിടിച്ച് ബാലൻസ് ചെയ്യാനൊക്കെ പഠിക്കണം. അത് ഒരു ട്രയലും നടക്കൂല. അന്ന് ഒത്തിരി മൂവ്മെന്റ് ഒരു ട്രയൽ കൊണ്ട് പഠിക്കും, പക്ഷെ എൻഡ് റിസൾട്ട് കിട്ടുന്ന ആക്ട് പഠിക്കണമെങ്കിൽ കണ്ടിഗിറ്റി വേണം എന്നാണ് ആര് പറഞ്ഞത്? ഗുത്രി പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അദ്ദേഹം തന്ന ആൻസർ ഓക്കെ ആണോ? പറഞ്ഞില്ലെങ്കിൽ പറയണം, ഞാൻ വീണ്ടും പറയും. ഓക്കെ ആണോ? പറയാലോ ഹസ്ന. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സിംഗിൾ ട്രയലിൽ പോലും ലേണിംഗ് നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കണ്ടിഗിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരമാണ് അദ്ദേഹം മൂവ്മെന്റ്സിന് ബിഹേവിയറിനെ 2ആയിട്ട് തരംതിരിച്ചു. ഒന്ന് മൂവ്മെന്റ്സ് ആണ്, കയ്യും കാലൊക്കെ കാണിക്കുന്നത് മൂവ്മെന്റ്സ് ആണ്. അത് ഒരു ട്രയലിൽ തന്നെ പഠിക്കാം. ഒരു വീഴാൻ പോകുമ്പോൾ നമ്മൾ പിടിക്കുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചു. പക്ഷെ അതെന്താണ്? ഒരു മൂവ്മെന്റ് മാത്രമാണ്. അല്ലാതെ ആക്ട് ആവുമ്പോൾ എന്താണ്? നമ്മള് ഒരു എൻഡ് റിസൾട്ടിന് വേണ്ടി പഠിക്കുകയാണ്. അതായത് ഒരു വീഴാൻ പോകുമ്പോൾ നമ്മള് ബോഡി ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ പിടിച്ച് ബോഡിനെ ഇങ്ങനെ ആക്കണം എന്നൊക്കെ, അതൊരു ആക്ട് ആണ്. അതൊരു സീരീസ് ഓഫ് ബിഹേവിയർ കൊടുത്തിട്ട് എൻഡ് റിസൾട്ട് കിട്ടുന്ന ആക്ട് ആണ്. മറ്റൊരു സിംഗിൾ, അതൊരു മൂവ്മെന്റ് ആണ്. മൂവ്മെന്റ് വേണമെങ്കിൽ സിംഗിൾ ട്രയലിൽ പഠിക്കാം, പക്ഷെ എൻഡ് റിസൾട്ട് കിട്ടുന്ന ഒരു ആക്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ കണ്ടിഗിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒറ്റ ട്രയൽ പഠിക്കുന്നത് മൂവ്മെന്റ് ആണ്, ആക്ട് അല്ല. ആക്ട് എന്താണ്? ഒരു സീരീസ് ഓഫ് മൂവ്മെന്റ്സ് കൊടുത്തിട്ട് എൻഡ് റിസൾട്ട് കിട്ടുന്നതിനെയാണ് ആക്ട് എന്ന് പറയുന്നത്. ചിലപ്പോ ഏത് കുട്ടി എഴുതുന്നുണ്ട്, അതൊരു മൂവ്മെന്റ്. ഏത് വായിക്കാൻ പോലും അറിയില്ല, അതൊരു മൂവ്മെന്റ് ആണ് അല്ലെ? അത് കുട്ടി എഴുതുന്ന എന്താണ്? മൂവ്മെന്റ് ആണ്. നേരെ മറിച്ച് എ ഫോർ ആപ്പിൾ, ആപ്പിൾ ഇസ് റെഡ് അല്ലെ? അതൊരു ആക്ട് ആണ്. ഒരു എൻഡ് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഒരു വരിയിൽ എഴുതേണ്ട, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എഴുതേണ്ട ഒരു
ആക്ട് ആണ്. അത് പഠിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി വേണം എന്നാണ്. അതായത് ഒരു മൂവ്മെന്റ് സിംഗിൾ ട്രയൽ കൊണ്ട് പഠിക്കാം, പക്ഷെ ഒരു ആക്ട് പഠിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, സിൻസ് ആക്ട് ഇൻവോൾവ് മെനി മൂവ്മെന്റ്സ് ഇറ്റ് മേ ടേക്ക് മെനി ട്രയൽസ് ടു പെർഫെക്റ്റ് എ പാറ്റേൺ ഓർ മെനി മൂവ്മെന്റ് ദാറ്റ് ഇസ് ഇവൻച്വലി സക്സസ്ഫുൾ ഇൻ പെർഫോമിംഗ് ദ ആക്ട്. ആക്ട് പഠിക്കണമെങ്കിൽ മെനി മൂവ്മെന്റ്സ് ഒത്തിരി വട്ടം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടി വരും. മൂവ്മെന്റ് ഒറ്റ ട്രയൽ കൊണ്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി എക്സ്പ്ലനേഷൻ ഓഫ് ട്രേസ് കണ്ടീഷനിങ്. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണമെങ്കിൽ കണ്ടിന്യൂറ്റി വേണമെങ്കിൽ ട്രേസ് കണ്ടീഷനിങ് എങ്ങനെ നടക്കുന്നു എന്ന് ഗുത്രിയോട് ചോദിച്ചപ്പോൾ ഗുത്രി പറഞ്ഞ എക്സ്പ്ലനേഷൻ ആണ്. ദ ട്രേസ് കണ്ടീഷണർ ഇസ് നോട്ട് എ ഫിസിക്കൽ സ്റ്റിമുലസ് സച്ച് ആസ് ബെൽ, rather the proprietary stimulus which result from movement elicited by the physical stimulus bell, and these are contingent with the desired response. അതാണ് പറയുമ്പോൾ ട്രേസ് കണ്ടീഷനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. Trace condition is how it differ from delay conditioning. Trace conditioning is a type of classical conditioning. Okay, trace conditioning is a type of classical conditioning in which after a neutral stimulus, or a neutral stimulus present ചെയ്യാൻ, ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ് എന്ത്? ബെല്ല് പ്രസന്റ് ചെയ്യാണ്. എ ടെമ്പോറൽ ഗ്യാപ്പ് ഫോളോസ്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ഫുഡ് കൊടുക്കുന്നത്. അതായത് ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ട് ബെല്ല് കൊടുത്ത് ഒരു ടെമ്പോറൽ ഗ്യാപ്പ് ഇട്ട ശേഷമാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പിയേഴ്സ് ടു ഇവോക്ക് എ റെസ്പോൺസ് വെൻ ദ സീക്വൻസ് ഇസ് ഡൺ റിപ്പീറ്റഡ്ലി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കം അസോസിയേറ്റഡ്. അതായത് ഫുഡ് ബെല്ലടിച്ചായിരിക്കും ഒരു 10 മിനിറ്റ് ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താലും കുറെ കാലം ചെയ്താൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ലേണിംഗ് നടക്കുന്നുണ്ട്. The neutral stimulus become the condition stimulus. Presenting the condition stimulus alone can trigger the same response. പിന്നെ condition stimulus കാണിച്ചാൽ പോലും എന്ത് വരികയാണ്? റെസ്പോൺസ്. അതായത് ആദ്യം ബെല്ലടിക്കുന്നത് 10 മുതൽ 15 മിനിറ്റ് കഴിയുന്നു, എന്നിട്ടാണ് കൊടുക്കുന്നെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്ന സമയത്ത് കണ്ടീഷനിങ് നടക്കുന്നുണ്ട്. ഇതാണ് ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് എക്സ്പ്രഷൻ ആണ്? A trace conditioner is not a physical stimulus such as bell, rather the proprietary stimulus which result from movements elicited by the physical stimulus. കണ്ടോ? ബെല്ലല്ല, ബെല്ലിന്റെ മൂവ്മെന്റ്സ് ആണ് ഇവിടെ ട്രേസ് കണ്ടീഷണർ എന്നാണ്. അതായത് ബെല്ലിന്റെ ആ മണി ടിങ് 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 എന്നാവണതാണ് ശരിക്കും. അതൊരു ഫിസിക്കൽ മൂവ്മെന്റ് ആണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗുത്രി പറയുന്നത്. Guthrie's notion of continuity principle is associated with his dissatisfaction with the instrumental conditioning experiment. Guthrie ഈ എന്താ പറയാ കണ്ടിന്യൂറ്റി തിയറിയിലേക്ക് എത്താനുള്ള കാരണം ഈ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ഒക്കെ അതിൽ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതുകൊണ്ടാണ്. ട്രേസ് കണ്ടീഷണറിലെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി പറയാം. ട്രേസ് കണ്ടീഷണർ ഇസ് നോട്ട് എ ഫിസിക്കൽ സ്റ്റിമുലസ് സച്ച് ആസ് ബെൽ. അവിടെ ഫിസിക്കൽ സ്റ്റിമുലസ് ബെല്ലല്ല ശരിക്കും ട്രേസ് കണ്ടീഷനിങ് ചെയ്യുന്നത്, ബെല്ലിന്റെ ആട്ടമാണ്. സോ അതും എന്താണ്? ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ആ മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ലേണിംഗ് നടക്കുന്നത്. അല്ലാണ്ട് ബെല്ല് കാണിച്ചത് കൊണ്ടല്ല, അവിടെ ബെല്ലിന്റെ മൂവ്മെന്റ് കാണിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനി ഗുത്രി കണ്ടിന്യൂറ്റി തിയറിയിലേക്ക് എത്താൻ, ഇത് കൺക്ലൂഷൻ ആയിട്ട് ഇത് വേറെ തന്നെ എഴുതണേ, കൺക്ലൂഷൻ ആയിട്ട് എഴുതാനാണ്. ഗുത്രി കണ്ടിന്യൂറ്റി തിയറിയിലേക്ക് എത്താനുള്ള കാരണം അദ്ദേഹത്തിന് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിനോടും പണിഷ്മെന്റിനോടുമുള്ള ഡിസ്സാറ്റിസ്ഫാക്ഷൻ മൂലമാണ്. ഗുത്രിയുടെ സിമ്പിൾ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ നടന്നാല് ലേണിംഗ് നടക്കത്തുള്ളൂ. മൂവ്മെന്റും ആക്ടിനെ പറ്റി വിശദമായിട്ട് എഴുതാം. ഈ 2 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ ടെക്നിക്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ആപ്പിൽ അപ്ലോഡ് ചെയ്തരാം. സ്കെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വളരെ വിശദമായിട്ട് വിത്ത് എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തരാം. ഇനി എക്സ്റ്റൻഷനും അതുപോലെ തന്നെ റെസ്പോൺസ് എലിമിനേഷൻ അതുപോലെ തന്നെ കണ്ടിജൻസി മാനേജ്മെന്റും ആ കാര്യങ്ങളൊക്കെ നാളെ നമ്മള് ഒരു സെഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ ആണോ? ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഇന്നിപ്പോ എടുത്ത ഹള്ളിന്റെ തിയറിയും ബുദ്ധിയുടെ തിയറിയും ഒക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നാളെ മേ ബി ഇതേ സമയം ഉച്ചയ്ക്ക് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു തരുന്നതാണ്. അപ്പോൾ ഹോപ്പ് ദി ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ഓഫ് അബ്ദുൽ നാഫിസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ.